If you are a hustler and you are in your 20s, this episode is perfectly for you. Welcome back to our episode 1 of our podcast series. അപ്പോൾ നിങ്ങൾ പ്രോലോഗ് കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാൻ എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റിലേക്ക് കിടക്കാം. സാരോപദേശം ഫോർ ഹസ്ലേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോസ് കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങൾ കുറച്ച് വീഡിയോസ് കാണുന്നു ആൻഡ് കുറച്ച് ആഗ്രഹങ്ങൾ കിട്ടി. ആഗ്രഹങ്ങൾ ഇൻ ദ സെൻസ് നിങ്ങൾ കണ്ട മൂവീസിൽ നിന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ നിന്നോ നിങ്ങൾ കണ്ടുള്ള ആ ഒരു ലക്ഷറിയസ് ലൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ ആയി ഒരു 40-ആം വയസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണികൾ ചെയ്യുന്ന ഒരു ലൈഫാണ് നിങ്ങൾ ഡ്രീം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നടക്കാൻ പോകുന്നില്ല. ഡീമോട്ടിവേഷൻ ചെയ്യാനല്ല വന്നത്, പക്ഷേ ഞാൻ അതിൻ്റെ കാരണം പറയാം. ഈ ഒരു കാരണം പറയുന്നതിന് മുമ്പ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളറിയണം. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് സോഷ്യൽ മീഡിയയും ഒന്ന് മൂവീസും. സോഷ്യൽ മീഡിയ ഇൻ ദ സെൻസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ പേരുടെ ലൈഫ് സ്റ്റൈൽസ് കാണുന്നു, അവർ ആ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് ചെയ്യുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ അവരെ കൂടുതൽ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ വീഡിയോസിന് എനിക്ക് എപ്പോഴും യൂസ്ഫുൾ. നിങ്ങൾ ചുമ്മാ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ പോലും ഹൗ ടു ഗെറ്റ് 1 crore ത്രൂ ഇന്ന ബിസിനസ് കാണുവാണെങ്കിൽ അതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്, എങ്ങനെ ഒരു പർട്ടിക്കുലർ ഡ്രീമിലേക്ക് എത്താം അല്ലെങ്കിൽ ആ ലൈഫ് കാണിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ്. അതുതന്നെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ കുഴപ്പം. സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ് വർക്കാവണമെങ്കിൽ അൽഗോരിതം നോക്കണം, അതിൽ ആൾക്കാർ കാണുന്ന വ്യൂസ് നോക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ സോഷ്യൽ മീഡിയ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പഠിക്കാൻ നോക്കുവാണെങ്കിൽ അത് അൽഗോരിതം ഫോളോ ചെയ്യുന്ന ഒരാളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല. വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അൽഗോരിതം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്നല്ലാതെ നിങ്ങൾക്ക് ലൈഫിൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്നുള്ളത് ഭയങ്കര കുറവാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല നല്ല ആൾക്കാരുടെ പോഡ്കാസ്റ്റ് ഉണ്ട്, അവർ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ഗസ്റ്റായിട്ട് വരുന്നു, ആ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു, അത് കാണുവാണെങ്കിൽ ഓക്കെ. നമ്മുടെ വിഷയം അതല്ല. നെക്സ്റ്റ് കാര്യത്തോടെ ഞാൻ പറയാം. ആ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൂവീസാണ്. ഈ മൂവീസാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൂവീസിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മളെപ്പോലത്തെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഹീറോ കുറേ കഷ്ടപ്പാട് അനുഭവിക്കുന്നു. മൂവി സ്ക്രിപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഓഫ് കഥ എഴുതിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഒരു മൂവി വർക്കാവുന്നത് അത് കാണുന്ന വ്യൂവേഴ്സായിട്ട് എത്രമാത്രം റെസണേറ്റ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ആസ്പെക്റ്റിലായിരിക്കും എല്ലാ മൂവിയുടെ നമുക്ക് ഇമോഷൻസ് കണക്റ്റ് ആവുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവി നമ്മുടെ ലൈഫ് വല്ല 1.5 മണിക്കൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബോറിംഗ് ആയിരിക്കും കാണാൻ. അപ്പോഴാണ് ഈ ഒരു മൂവിയിലൊരു ടേണിംഗ് പോയിൻറ്റ് സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പുള്ളിക്ക് ഒരു വലിയ കാര്യം ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു ഹീറോ ആവുന്ന രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ടേണിംഗ് പോയിൻറ്റ് എല്ലാ മൂവിയിലും കാണും. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ഒരു ശക്തമായ കാരണമായിരിക്കും. പക്ഷെ നമ്മൾ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിലും ഒന്നെങ്കിൽ അതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, അല്ലെങ്കിൽ ഒരു വലിയ ഭാഗ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ പാത്തും തുറന്നു വരും, നമുക്കൊരു അച്ചീവർ ആവാൻ പറ്റും എന്നൊരു കൈൻഡ് ഓഫ് നോഷൻ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് നിങ്ങൾ എത്രമാത്രം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് അറിഞ്ഞോ അറിയാതെയോ എല്ലാവരുടെ മനസ്സിലുണ്ട്. ഈവൻ ഒരു സൂപ്പർ ഹീറോ മൂവി എടുത്താൽ പോലും ഈ സെയിം ഹീറോ തന്നെയാണ് വരുന്നത്, കുറച്ച് കഷ്ടപ്പാടുള്ള, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹീറോ. അങ്ങനെ ഒരാൾ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് സൂപ്പർ ഹീറോ ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കും ചെറുപ്പകാലത്തൊക്കെ തോന്നിക്കൊണ്ടിരുന്ന നമുക്കൊരു സൂപ്പർ ഹീറോ ഒക്കെ ആവാൻ പറ്റും എന്ന് ആ ഒരു ടൈമിൽ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മനസ്സിലായി അങ്ങനത്തെ ഇൻസിഡൻസ് കുറവാണ്, സൂപ്പർ ഹീറോസ് ഇതുവരെ ആരും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ, കുറച്ച് പ്രായം സൂപ്പർ ഹീറോ മൂവീസിൻ്റെ ആ ഒരു റിലേറ്റബിലിറ്റി പോകും, നമുക്ക് ആക്ഷൻ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ വരുന്ന കേസിൽ ഞാൻ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ്സിൽ പോകുന്ന ആളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു, അതുകൊണ്ട് അവർ സക്സസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ സെനാറിയോ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭയങ്കര അംബീഷ്യസ് ആണ് ആൻഡ് നമ്മൾ ലൈഫ് ലോങ് ആ ഒരു പർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. ഒരു സിറ്റുവേഷൻ വന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഓവർ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് എത്ര പേര് ആ ഒരു പൊസിഷൻ എത്തുന്നുണ്ടെന്നുള്ളത് ഭയങ്കരമായിട്ടും കുറവാണ്.
അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടീസ് ആരും സെല്ല് ചെയ്യുന്നില്ല. അത് സെല്ല് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പം ഞാൻ പറയുന്ന ഈ ഒരു സാധനം പോലും മോസ്റ്റ് പ്രോബബ്ലി ഒരു ഉപദേശം പോലെയാണ് നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ഐ ഡോണ്ട് നോ. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഫണ്ടാക്കണമെങ്കിൽ ഫണ്ടാക്കാം, നോ ഇഷ്യൂസ്. പക്ഷേ ഞാനിത് നോ ബുൾഷിറ്റ് പോഡ്കാസ്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഞാനിതൊരു അൽഗോരിതം നോക്കുന്നില്ല. എൻ്റെ ക്യാപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം. പ്രത്യേകിച്ച് ഞാനതൊന്നും ചെയ്യുന്നില്ല. തൽക്കാലം ഇത് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫൈൻഡ് ചെയ്യുവാണെങ്കിൽ തന്നെ വലിയ കാര്യം. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ട്വീക്ക് ചെയ്യാം. ഓക്കെ, അതുപോട്ടെ. നമ്മളെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ ഹൈലി അംബിഷ്യസ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു വീഡിയോസാണ് നമ്മൾ എടുത്ത് നോക്കും, അത് കാണും. അല്ലെങ്കിൽ ഒരു കൊള്ളാവുന്ന ഒരു മോട്ടിവേഷൻ പോലത്തെ വീഡിയോസ് കാണും, സെൽഫ് ഗ്രോത്ത് വീഡിയോസ് കാണും, ഫിനാൻസ് വീഡിയോസ് കാണും. പക്ഷേ നിങ്ങളോട് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയയും കാണത്തില്ല. കൺഫ്യൂസ്ഡ് ആയിരിക്കും. കൺഫ്യൂസ്ഡ് ആവുന്ന ഓക്കെയാണ്, പക്ഷേ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് പോലും എടുക്കാനുള്ളൊരു ഓപ്ഷൻ പോലും നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ അത് കൺഫ്യൂഷനാണോ പ്രൊക്രാസ്റ്റിനേഷനാണോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ നിങ്ങൾ എവിടെ എത്താൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെ എത്താനുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ മനസ്സിലില്ല എങ്കിൽ യു ആർ ഗോയിങ് ഇൻ ദ റോങ് പാത്ത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു റോങ് പാത്തിൽ സഞ്ചരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണെങ്കിലും ഫസ്റ്റ് ഒരു സെൽഫ് റിയലൈസേഷനാണ്. ഈ ഒരു സിറ്റുവേഷനായിട്ട് ചെറിയ ചേഞ്ചസ് നിങ്ങൾ കാണും. ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് നിങ്ങളുടെ ഈ ഒരു പർട്ടിക്കുലർ പ്രൊക്രാസ്റ്റിനേഷനുള്ള ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് റിയലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് മനസ്സിലായി, നമ്മൾ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായി, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു തെറ്റായ പാത്തിൽ പോവാൻ എന്നുള്ളത് മനസ്സിലായി. ഇനിയിപ്പോൾ ഇതിനെന്താ ഒരു സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ട രീതി, ആ ഒരു മൈൻഡ് സെറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ശരിയാവും. മൈൻഡ് സെറ്റിൽ മാറ്റങ്ങൾ എന്ന് പറയുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു പർട്ടിക്കുലർ ഡ്രീമിലെത്താമെന്നല്ല. എനിക്ക് 40-ആം വയസ്സിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നല്ല ചിന്തിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു 10 പേരെ എടുത്തിട്ട്, അല്ലെങ്കിൽ ആ 10 പേരും ചെയ്ത കുറച്ച് കോമൺ സ്റ്റെപ്സ് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് തോന്നുന്ന ഏറ്റവും ഒരു ഇമ്മീഡിയറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യം, ആ ഒരു സിംഗിൾ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങളൊരു 1% ടു ദ ജേണി ആയി. അപ്പോൾ 1% ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കാണാൻ പറ്റത്തില്ല, 2% ആയാലും കാണാൻ പറ്റത്തില്ല. ഒരു ഹാഫ് വേ കഴിയുന്നവരെ എന്ത് ഡ്രീമാണെങ്കിലും അതിൽ പ്രത്യേകിച്ച് റിസൾട്ട് കാണാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്ത് ഒരു വലിയ ഡ്രീമാണെങ്കിലും അതിനൊരു ഓവർനൈറ്റ് സക്സസ്സോ അല്ലെങ്കിൽ ഒരു 1 month സക്സസ്സോ ഇല്ല. അപ്പം നിങ്ങൾ ആ ഒരു 50% കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരിക്കും നിങ്ങൾ ആൾക്കാർ അറിയാൻ തുടങ്ങുന്നത്. പിന്നെ ചിലപ്പോൾ ഒരു 3 സ്റ്റെപ്പ് നോക്കുമ്പോൾ നിങ്ങളൊരു സക്സസ്ഫുൾ ആയേക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഓക്കെ ഓവർനൈറ്റ് സക്സസ്, പുള്ളിക്ക് കുറച്ച് സ്റ്റെപ്പ് എടുത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം. ഇതൊരു ഷോർട്ട് ടൈമിൽ തീർക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സല്ല. അപ്പം ഈ ഒരു തിരിച്ചറിവാണ് ഇതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ സിമ്പിളായിട്ട് വിളിക്കുന്നത്. അപ്പം ഈ ഒരു മൈൻഡ് സെറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റെപ്സ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ ആയിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു സ്റ്റെപ്പ് എടുക്കുക. അത് നമുക്കൊരു വേറൊരു എപ്പിസോഡിൽ നമുക്കത് കാണാം. എങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് നമുക്കൊരു ഡ്രീമിലെത്താം എന്നുള്ളത് നമുക്ക് പിന്നെ ഒരു എപ്പിസോഡിൽ കാണാം. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, നിങ്ങൾ എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾ ആ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, പക്ഷെ ആ ഒരു ടൈമിൽ നിങ്ങൾക്കത് ഗ്രാബ് ചെയ്യാൻ പറ്റിയ സ്കില്ലില്ലാത്തതുകൊണ്ട് മിസ്സായി പോയിട്ടുള്ള എത്ര ഓപ്പർച്യൂണിറ്റീസാണ്. ചിലപ്പോൾ അത് ആഗ്രഹിക്കുന്ന 100 പേര് കാണും, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് നിങ്ങൾക്കത് ഗ്രാബ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇനിയുള്ള ഓപ്പർച്യൂണിറ്റീസും ലക്കും ഒക്കെ മിസ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാത്തിൽ സഞ്ചരിച്ച് നമുക്ക് അത് ഏതെങ്കിലും വിധത്തിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കണം. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്മീഡിയറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിപ്പോൾ
ചെറിയ ഡിസിപ്ലിനിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ടൈം ടേബിളിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് ഒരു ദിവസം ഞാൻ ഒരു അരമണിക്കൂർ ഒരു ബുക്ക് വായിക്കും, അല്ലെങ്കിൽ ഒരു 10 minutes ഞാൻ എക്സസൈസ് ചെയ്യും. അങ്ങനെ ആ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ഫസ്റ്റ് സ്റ്റെപ്സ്, ഒരു റിസൾട്ടും ഇല്ലാത്ത ആ ഒരു 10-20 സ്റ്റെപ്സ് നിങ്ങൾ എടുക്കും എന്നൊരു മൈൻഡ് സെറ്റിൽ. അല്ലാണ്ട് ഞാനീ പറഞ്ഞ ഒരൊറ്റ മോട്ടിവേഷനിൽ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാലൊന്നും സെറ്റാവത്തില്ല. നിങ്ങൾ തന്നെ ഒരു മെൻ്റലി നിങ്ങൾക്കൊരു പിക്ചർ ഉണ്ടാക്കണം. നിങ്ങൾ സ്റ്റെപ്സ് എങ്ങനെ എടുക്കും, എത്ര നാളുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും, ഓരോ സ്റ്റെപ്സ് നിങ്ങൾ ഓരോ ടൈം ഫ്രെയിം വെച്ചിട്ട് ആ ഒരു സ്റ്റെപ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് നീങ്ങുക. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിക്കാൻ തുടങ്ങിയാൽ ഒരു കുറച്ച് പോയിൻ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങിയപ്പം ഉള്ളത് എന്തിനായിരുന്നെന്ന് മേക്ക് സെൻസ് ആവത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പർട്ടിക്കുലർ പോയിൻ്റ് കഴിഞ്ഞാലാണ് നിങ്ങൾ തുടങ്ങിയപ്പോൾ പഠിച്ച ബേസിക്സ് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇത്ര നാൾ പഠിച്ച പോലെ ലൈഫിലെ സ്കിൽസ് ഒരു ദിവസം കൊണ്ട് പഠിക്കുമ്പം 10 പേജ് തീർന്നു, 20 പേജ് തീർന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോക്കകത്തുള്ള മനസ്സിലായി. അങ്ങനെ ഒരു ഔട്ട്കമ്മിലൂടെ നമുക്ക് ആ ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ 2 ദിവസം കഷ്ടപ്പെട്ടാലും 3 ദിവസം കഷ്ടപ്പെട്ടാലും ആ ഒരു എഫോർട്ട് ഇട്ടത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണിക്കാനും പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല. പക്ഷെ ആ ഒരു ബിലീഫ് ട്രസ്റ്റ് ചെയ്ത് ആ ഒരു പാത്തി മൂവ് ചെയ്യുക. ഏതെങ്കിലും പാത്തിൽ സ്റ്റക്കായിട്ടിരിക്കുന്നതിനേക്കാളും ഭയങ്കര നല്ലതാണ് ഒരു റോങ് പാത്തിൽ മുമ്പോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാനെങ്കിലും പറ്റും ഈ ഒരു പാത്ത് റോങ് ആണ്. പക്ഷേ ആ ഒരു സ്കിൽസ് നിങ്ങൾക്ക് നെക്സ്റ്റ് റൈറ്റ് പാത്തിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 10 റൈറ്റ് പാത്തിൽ നിങ്ങൾ ഒരു റോങ് പാത്തിലൂടെ പോയെങ്കിൽ തന്നെ നിങ്ങൾക്ക് റോങ് പാത്തെങ്കിലും ക്രോസ് ചെയ്യാൻ പറ്റും. ആ സ്കിൽസ് നിങ്ങൾക്ക് റൈറ്റ് പാത്ത് യൂസ് ചെയ്യാനും പറ്റും. കുറച്ച് എക്സാമ്പിൾസ് കൂടിപ്പോയെന്ന് തോന്നുന്നല്ലേ. സ്റ്റിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഇത്രേ ഉള്ളൂ. നമുക്ക് ഒരു നെക്സ്റ്റ് എപ്പിസോഡിൽ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൽ ആക്ഷനബിൾ സ്റ്റെപ്സ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ ഡീടോക്സിഫൈ ചെയ്യുക. അപ്പോൾ തലതിരിഞ്ഞ തോട്ട്സ് പോഡ്കാസ്റ്റ് സീരീസ് ഫസ്റ്റ് എപ്പിസോഡ് യു ആർ ഡൺ വിത്ത് ഇറ്റ്. സീ ഇൻ ദ നെക്സ്റ്റ് വൺ. അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എപ്പിസോഡ് 0 കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. എനിക്ക് വേണ്ടത് ഡിസ്കഷനാണ്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഷെയർ ചെയ്യുക, എനിക്ക് വേണ്ട ഫീഡ്ബാക്ക്സ് തരിക. പിന്നെ നിങ്ങളിപ്പോഴും നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ അടുത്ത എപ്പിസോഡ് ഹൗ ടു ഫൈൻഡ് യുവർ അൺഫെയർ അഡ്വാൻറ്റേജസ് ഇൻ യുവർ ലൈഫ് ആയിരിക്കാം. ഉറപ്പിച്ചിട്ടൊന്നുമില്ല, ഇപ്പോൾ തോന്നിയപ്പോൾ ഞാൻ ഓർത്തു അങ്ങനെയാണെങ്കിൽ അതങ്ങ് എടുത്താലോ. ചിലപ്പോൾ വേറെ ആയിരിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.